കണ്ണൂരിൽ പെട്രോൾ പമ്പിൽ ജീവനക്കാരെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച പോലീസുകാരൻ അറസ്റ്റിൽ. DHQ മെസ് ഡ്രൈവർ സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. പമ്പിലെ ജീവനക്കാരുടെ സുരക്ഷയിൽ നടപടി വേണമെന്ന് അതിക്രമത്തിനിരയായ ജീവനക്കാരൻ അനിൽ പറഞ്ഞു. കണ്ണൂർ ടൗണിലെ NKBT പെട്രോൾ പമ്പിലാണ് പോലീസുകാരന്റെ ഗുണ്ടായിസം നടന്നത്. പെട്രോൾ അടിക്കാനെത്തിയ DHQ മെസ് ഡ്രൈവർ സന്തോഷ് കുമാറാണ് ജീവനക്കാരനെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത്. പെട്രോൾ അടിച്ചതിന്റെ പണം ചോദിച്ചതിനായിരുന്നു പോലീസുകാരന്റെ അതിക്രമം. കാറിന്റെ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന ജീവനക്കാരൻ അനിലുമായി ഇയാൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വരെ സഞ്ചരിച്ചു. കുറച്ചു ദൂരം കൂടെ പോയിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമായിരുന്നെന്ന് അനിൽ പറയുന്നു. അത് വീണ് പോയിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാന്ന്, അതുകൊണ്ട് മരണപ്പെടുത്താൻ പിടിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് പിടിച്ച് നിൽക്കാൻ കഴിയുന്നത്. അത്രയേ ഉള്ളൂ. ഒരു കൈക്ക് കുറച്ച് ഇതുള്ളതാണ്. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് തന്നെ കൊണ്ടുപോയി അയാൾ വണ്ടി. അതുകൊണ്ട് ഇന്നലെ തന്നെ പോലീസുകാർ കണ്ടു, ട്രാഫിക് പോലീസുകാരനെ കണ്ട് ഇന്നലെ തന്നെ അവർ വന്ന് ഇവരെ അയാളെ പിടിച്ചു. പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെ അതിക്രമങ്ങൾ കൂടി വരികയാണെന്നും ജീവനക്കാർക്ക് സുരക്ഷ നൽകാനുള്ള നടപടി വേണമെന്നും അനിൽ ആവശ്യപ്പെട്ടു. പമ്പിലെ ജീവനക്കാർ ഒരു സുരക്ഷിതമില്ലാത്ത പണിയുണ്ട്. ആർക്കും എങ്ങനെയും ശരീരദ്രോഹം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും എല്ലാം കഴിയും. അതിന് ശക്തമായ നിയമമുണ്ടെങ്കിൽ ഒരു നല്ല കാര്യമായിരുന്നു. നമ്മളൊരു അടിമകളെ പോലെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്, കുറേ ആൾക്കാർ. മുൻപ് കണ്ണൂരിലെ മറ്റൊരു പെട്രോൾ പമ്പിൽ ജീപ്പ് ഇടിച്ചു കയറ്റിയതും ഇതേ പോലീസുകാരനാണ്. അന്ന് കൂടുതൽ നടപടികളൊന്നും ഇയാൾക്ക് നേരെ ഉണ്ടായില്ല. എന്നാൽ പെട്രോൾ പമ്പ് ജീവനക്കാരന് നേരെയുണ്ടായ അതിക്രമത്തിൽ വധശ്രമത്തിന് കേസെടുത്തു. തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ടർ, കണ്ണൂർ.